എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹൈ റേഞ്ച് യാത്രയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ യാത്ര തുടങ്ങി. രണ്ട് സൈഡിലും മല, അതിൻ്റെ ഇടയിലൂടെയുള്ള വഴിയാണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ട് നോക്കിയാലും കൃഷിത്തോട്ടങ്ങളാണ്. ജാതിയാണ് ജാതിയാണ് ഇവിടെ കൂടുതലെന്ന് തോന്നുന്നു. ഇവിടെയുള്ളവരെല്ലാം കർഷകരാണ്. ഉണ്ടോ, ജാതിത്തോട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കൃഷിയും നശിച്ച് ഉണങ്ങിപ്പോയിട്ട് തകർത്തു വന്ന് നിൽക്കുന്നതാണ്. ബാക്കി ഏലവും ബാക്കി കൊടിയുമല്ല. അതിമനോഹരമായ സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സിറ്റി കാണുന്നുണ്ട്. ചെറിയൊരു സിറ്റിയുണ്ട്. ഇവിടെ ഒരു കപ്പോള കാണുന്നുണ്ട്. ഇവിടെ എല്ലാം ഭയങ്കര മഞ്ഞായിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞുകൊണ്ടായിരിക്കും മഞ്ഞ് കുറഞ്ഞ്. സിറ്റിയിലൊക്കെ കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ചെറിയൊരു കടയിലൊക്കെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിക്കുന്ന കാണാം. പക്ഷെ ഒരു കൃഷിക്കാരൻ്റെ മുഖത്ത് പോലും ഒരു സന്തോഷം കാണുന്നില്ല. എല്ലാ കൃഷിയും നശിച്ചു പോയിട്ട് ആയതുകൊണ്ടാവാം. വേണ്ട, ഒരു ഷോപ്പിൽ കുഴുതുണ്ട്. പിള്ളേർ നിന്ന് പന്ത് കളിക്കുന്നു. അങ്ങനെ ഉള്ളൊരു നല്ലൊരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ ഹൈ റേഞ്ച് കൂടെ കാണുന്നത്. രാവിലെ ആളുകളൊക്കെ പാലിന് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാം.
ഇത് ഭൂതകാളി എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് കൊന്നത്തടി പഞ്ചായത്തിലെ, ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ ഒരു സ്ഥലമാണ് ഈ ഭൂതകാളി എന്ന് പറയുന്നത്. അതിമനോഹരമായ ഭംഗിയുള്ള സ്ഥലം. പ്രകൃതിയും മനുഷ്യനും എത്രമാത്രം ബന്ധപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പം ബ്രോ ആ കാണുന്നതാണ് കട്ടപ്പന പ്രകാശ് എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് ആ മലനിരകൾ. മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് അത്ര വ്യക്തമല്ല. സുഹൃത്തുക്കളെ, അത് കാണുന്നതാണ് മൂന്നാർ മലനിരകളാണ്. പക്ഷെ നമുക്ക് മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ഒരു വര പോലും നമുക്ക് വ്യക്തമാവുന്നുള്ളൂ. അവിടെ ഒരു വലിയൊരു കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്, അങ്ങ് മൂന്നാർ മലനിരകളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്കത് ട്യൂൺ ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ചെറിയൊരു പൊട്ട് പോലെ കെട്ടിടങ്ങളൊക്കെ കാണുന്നുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ ഒരു ഭാഗമായ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് കൂടിയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് കൊണ്ടിരിക്കുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത അതിസുന്ദരമായ ഭംഗി, കാടിൻ്റെയും കൃഷിസ്ഥലത്തിൻ്റെയും ഒക്കെ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്തായാലും ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ടും ഒരു ബസ് പോലും ഇവിടെ കണ്ടിട്ടില്ല. ബസ് വരാൻ താമസിക്കുന്നതാണ്. ഒരുപാട് ബസ്സൊന്നും ഉള്ള റൂട്ടല്ല എന്തായാലും ഇത്, കാരണം ബസ്സൊന്നും ഇതുവരെ കണ്ടില്ല. അതിമനോഹരമായ ജാതിത്തോട്ടം, സുഗന്ധദ്രവ്യങ്ങൾ, രാജാവായ ഭൂതകാളി എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ പോകുന്നു തോന്നുന്നില്ലേ ബന്ധു? ഭൂതകാളി കൂടെയാണെന്ന് തോന്നുന്നു. ഭൂതകാളി അവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ ഇതിലേ നീ പോന്നിട്ടുണ്ടോ ബന്ധു? നമ്മൾ ആദ്യമായിട്ടാ പോകുന്നല്ലേ? രാജാവായ കുരുമുളകും ഏലവും കാപ്പിയും ജാതിയും എല്ലാം ഒത്തിണങ്ങിയ ഒരു സുന്ദര സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടുപോകുന്നത്. ഇതൊരു ചെറിയൊരു സിറ്റി ആണല്ലോ. ഇതാണ് ഭൂതകാളി. ഭൂതകാളി കഴിഞ്ഞു, ഭൂതകാളി നമ്മൾ കണ്ടു. വേറെ സിറ്റിയാണ് ഭൂതകാളി. ഭൂതകാളിയാ, ഭൂതകാളിയുടെ ഭാഗമാണോ? ഭൂതകാളിയാണ്. ഒരു പട്ടിക്കുട്ടൻ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ കിടക്കുവാണ്. നമ്മളത് വണ്ടി അങ്ങ് മാറ്റി കൊണ്ടുപോകാം. ചെറുതൊക്കെ എന്തായാലും എങ്ങോട്ട് നോക്കിയാലും കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നതും ഒക്കെ കാണാം. നല്ല രസമുള്ള സ്ഥലമില്ലേ? അങ്ങനെ ഒരുപാട് ഭംഗികൾ ഉള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളൊരു പൂച്ചക്കുട്ടിയെ കണ്ടിട്ടുണ്ട്. ഞങ്ങളെവിടെ പോവുക എന്ന് ചോദിച്ചുകൊണ്ട് അവളെ വഴിയിൽ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും വളരെയധികം സ്നേഹം കാണിക്കുന്നു.
ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ. നല്ല നമുക്ക് AC ഒന്നും വേണ്ട. ഇവിടെയൊക്കെ വന്ന് താമസിക്കുവാണെങ്കിൽ AC ഒന്നും വേണ്ട. നല്ല തണുപ്പാണ് എപ്പോഴും. നല്ലൊരു അന്തരീക്ഷം. ഞാനെപ്പോഴും പറയാറുള്ള പറ്റിയ സ്ഥലമാണ്. ഹൈ റേഞ്ച് യാത്രയുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കൂട്ടുകാരെ. നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നന്ദി.